നിങ്ങൾക്കായി ഞാൻ എൻ്റെ പുതിയൊരു എപ്പിസോഡാണിത്. ഇത് നിങ്ങൾ ദയവായി എല്ലാവരും കണ്ട് കൈയടിക്കുകയും ചെയ്യണം. അതോടൊപ്പം ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന്റെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ടിക്കിനകത്ത് ടിക്കുകയും ചെയ്യണം. അമ്പാനി നാളെ വരുമല്ലോ. അമ്പാനി പൂജാരിലായിട്ടാണ് പറഞ്ഞത്. അവലും ആ റൂട്ടില്ലേ, ആ റൂട്ട് റൈറ്റോ ഇങ്ങനെ കയറിയിട്ട് ആ സ്ട്രൈറ്റ് ലെഫ്റ്റ്. ആ ഇന്നലെ ഞാൻ കുറെ ആലോചിച്ചു നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. ഞാൻ വിചാരിച്ചു ഫുഡ്, അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാമല്ലോ. ഡെയിലി വ്ളോഗ്സ് ആണോ? ഡെയിലി ഒന്നല്ല, എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടണനുസരിച്ചിടാം. അപ്പൊ ഞാൻ അത് അനാലിസിസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മൾ മാസത്തിൽ ആദ്യത്തെ ഒരാഴ്ച മാത്രമേ അതുള്ളൂ. പിന്നെ അങ്ങോട്ടൊക്കെ കഞ്ഞിയും പയറും മത്തി മീനും പപ്പടവും അച്ചാറും ചമ്മന്തി പൊടി നമ്മളിവിടെ ഉണ്ടല്ലോ. അതെ, പിന്നെ ഞാനൊന്ന് മാറ്റി പിടിച്ചു. ഇഷ്ടം പോലെ വരുന്നുണ്ട്. മുക്കിന് മുകളിൽ ഫുഡാണ്. പക്ഷെ കഴിവ് മാത്രം പോരല്ലോ. ഞാൻ നോക്കിയപ്പോ എന്തൊക്കെ സാധനം നമ്മളിലുണ്ട്. ഞാൻ നോക്കിയപ്പോ എന്റെ ഒരു സി ടൈപ്പ് കേബിൾ, ഒരു ലൈറ്റിംഗ് കേബിള്, പഴയ മറ്റേ പിന്നില്ലേ അങ്ങനെയുള്ള കേബിള്, അല്ലാതെ ടെക്കായിട്ടൊന്നും ഇല്ല. പിന്നെ മറ്റേ പൊടിയും തട്ടിയിരിക്കുന്ന ലാപ്ടോപ്പ്, ഉണ്ണിക്കൂടിന്റെ ഒരു ടേപ്പ് പൊട്ടി ലാപ്ടോപ്പ് അതില്ല. പിന്നെ ട്രാവൽ അത് നന്നായിരിക്കും. കാരണം അജ്മാൻ മുതൽ ഷാർജ വരെ ഞാൻ ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ട്രാവൽ ചെയ്യുന്നുണ്ട്. നല്ല ഈ ലെഫ്റ്റാണ്. പിന്നെ ഞാനിരുന്ന് ആലോചിച്ചപ്പോഴത്തേക്കും ഇന്നോവേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. ആരും ചെയ്യാത്ത പാതകൾ കൂടെ ഇഷ്ടം പോലെ സാധനമുണ്ട്. എന്താണ് ഇപ്പൊ നാട്ടില് ഒരു ട്രെൻഡാണ് കണ്ടത്. ചില ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒക്കെ ഈ മണലൊക്കെ തലയിൽ കൂടെ ഇട്ടിട്ട്, അതെ, മണ്ണിടിഞ്ഞ് വീണ് തലയിൽ കൂടെ, എന്നിട്ട് പിന്നെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അങ്ങനത്തെ മാരക സാധനങ്ങളാണ്. മണലുണ്ട്, അത് മണലുണ്ട്. എന്നിവിടെ കുഴിച്ചിടാം മണ്ണിന്റെ അത്, എന്നിട്ട് നീ കരഞ്ഞിട്ട് ആ വീഡിയോ ഇട്ട് 5ാമത്തെ ദിവസം ദുബായ് സ്പെഷ്യൽ സാധനമുണ്ട്, ഫിലിം റിവ്യൂ. ആറാട്ടണ്ണൻ പെരേര അവന്മാരൊക്കെ അവിടെ കിടന്ന് കാണിക്കില്ല. അതേപോലെ ദുബായിൽ ഓരോ തിയേറ്ററിൽ ഇത് കാണുമ്പോ സ്നേഹിതന്മാരെ, കൂട്ടുകാരെ, അത് വെറൈറ്റി സാധനം. വളരെ ശിക്ഷയാണ് എമ്പരം, വളരെ ശിക്ഷയാണ്. ആറാട്ടുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതും കുഴപ്പമില്ല, പക്ഷെ വേണ്ട. കാരണം അറബിയുടെ ചാട്ടവാർ അടി പറഞ്ഞത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ വെറുതെ എന്തിനാണ്, ഇനി അതും കൂടെ ഉള്ളു കിട്ടാൻ, ബാക്കിയെല്ലാം കിട്ടി. പിന്നെ ഞാൻ ചോദിച്ചു, നമുക്ക് പിന്നെ യൂട്യൂബ് ലേണിംഗ് ഉണ്ടല്ലോ, എന്നുവെച്ചാ ഇപ്പം നമ്മുടെ ഈ സൈലം ട്യൂഷൻ സൈലം അക്കാഡമി ഇല്ലേ, അവര് പഠിപ്പിക്കണല്ലേ, അതുപോലെ എന്ത് പഠിപ്പിച്ചു കൊടുക്കാനും. അതാണ് എനിക്ക് ആപ്പാടെ അറിയുന്ന കാര്യം. ഞാന് 10+1 ഒക്കെ ജയിച്ചത് തുണ്ട് വെച്ചും കോപ്പി അടിച്ചാണ് ഞാൻ ജയിച്ചത്. പിന്നെ ചോദിച്ചപ്പോ നമുക്ക് എന്തായാലും നടക്കൂല. നമ്മളല്ലാതെ ആകെ കുറച്ചെങ്കിലും പഠിപ്പിക്കാൻ വിവരമുള്ളത് ആരാണ്? അല്ല, ഞാൻ ഉദ്ദേശിച്ച രമേശ് ഉണ്ട്. അവന്റെ ഒരു ചാനലിലൂടെ കാണാം. അവന്റെ ചാനലുണ്ട്, അവൻ മാത്രമേ കാണുള്ളൂ. ഞാൻ വെച്ചാൽ രമേശ് ഏട്ടനെ പയ്യെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാതെ, പക്ഷെ അത് നടക്കൂല. കാരണം രമേശ് ഏട്ടൻ അങ്ങനെ വരെയൊന്നുമില്ല. കാരണം അങ്ങനെ ചാനലിൽ ഇടുന്നതേ വല്ലപ്പോഴും ഒരിക്കലും വീഡിയോ. അവന്റെ ചാനലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒറ്റൊരു സബ്സ്ക്രൈബറും ഒറ്റൊരു വ്യൂറുമാണ്. മാത്രല്ലാതെ
ഇതിന്റെ ഇപ്പൊ വെണ്ണും വെള്ളം പോലും തുറന്നു നോക്കുന്നില്ല. പിന്നെ അതപ്പം അവിടെ ചീറ്റിപ്പോയി. നമ്മൾക്ക് ആർക്കും പഠിപ്പിക്കാനായിട്ടുള്ള ഒരു എന്റെ കുഞ്ഞാവയ്ക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. അതെ, സബ്ജക്റ്റ് ആയിട്ട് നമുക്കൊന്നും പഠിപ്പിക്കാൻ പറ്റില്ല. പഠിപ്പിക്കാനേ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു തോന്നല്. കാരണം നമ്മൾ ആയോധന കളികളിലോട്ട് വരികയാണെങ്കിൽ പോലും കരാട്ടെ അറിയോ നിങ്ങൾക്ക്? കുൻഫു എന്റെ ഒരു ഷാവോലിനെ അറിയായിരുന്നു കുറച്ച്. ഷാവുലിനാ? അത് സാധനം ഷാവുൽ എന്ന് പറഞ്ഞാൽ മറ്റേ സാധനം ഇങ്ങനെ ഷവലാണല്ലേ? ഞാൻ വെച്ച് കോൺക്രീറ്റ് പണിക്ക് പോയി മറ്റേ ഷവലിങ് ഉണ്ടല്ലോ. എന്നാണ് പേര്. പിന്നെ ആൾക്കാർക്ക് ബോധി ധർമ്മം. അപ്പൊ എന്തായാലും അത് നടക്കൂല. കൂടല്ല അപ്പൊ ഭരതനാട്യം അറിയാം. അത് പക്ഷെ ആ വീഡിയോ എന്റെ ഗണേശന്റെ ഫോണിലായി പോയി. അത് ഞാൻ ഷെയർ ചെയ്ത് വാങ്ങിക്കാൻ പറ്റിയില്ല. ഇവിടുത്തെ സ്ട്രേറ്റ്. പിന്നെ അതൊന്നും നടക്കൂല, പഠിപ്പിക്കുന്നതേ നടക്കൂല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ലൈഫ് സ്റ്റൈലായിട്ട് ചെയ്യണം. ലൈഫ് സ്റ്റൈല് കാണിക്കാന്ന് പറഞ്ഞാൽ ലൈഫിന് എന്തെങ്കിലും സ്റ്റൈൽ വേണ്ടേ? തിരിച്ചു വരിക. ഒരു മെനയില്ലല്ലോ സജി. സ്റ്റൈൽ കുറച്ച് മാറ്റണം, ഡ്രസ്സിംഗ് ഒക്കെ ഒന്ന് മാറ്റണം. ഞാൻ ദാടി ഷേവ് ചെയ്തോണ്ട് പിന്നെ ഓക്കെ. ഇപ്പൊ മൊത്തത്തിൽ വെയില്, അകത്ത് വെയില് പുറത്തും വെയില്. എന്തെങ്കിലും ചെയ്യണം. ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് ശരിയല്ല. അതെ, പിന്നെ അത് നാട്ടുകാരെ കാണിച്ചിട്ട് എന്തിനാ അവരെ കൂടെ വെറുപ്പീര. എന്ത് ലൈഫ് സ്റ്റൈൽ നമുക്ക് ഇരിക്കണം? നമുക്ക് രാവിലെ ജോലിക്ക് പോകുന്നു. തിങ്കൾ തൊട്ട് നിങ്ങൾക്ക് വെള്ളി, എനിക്ക് ശനി എന്ന് പറയാം. ശനി ഞായറുമാണ്. എന്തെങ്കിലും നിങ്ങളുടെ നോക്കുകയാണെങ്കിൽ രാവിലെ നിങ്ങൾ ജോലിക്ക് പോകുന്നു 5 മണിക്ക്, തിരിച്ച് 9 മണിക്ക് വരുന്നു. 9 അല്ല, വീക്കെൻഡിന്റെ ഓരോ കണ്ടന്റ് എല്ലാം എടുത്തിട്ട് അത് വീക്കെൻഡിൽ പോയിട്ട് എന്തെങ്കിലും സാധനം മേടിക്കുന്നു, അവിടെ നിന്ന് എന്തെങ്കിലും കുക്ക് ചെയ്യാൻ മേടിക്കുന്നു, കുക്ക് ചെയ്യുന്നു, നീ പാത്രം കഴുകുന്നു. അല്ല കുക്കിങ് ഞാൻ ചെയ്യല്ലോ. നീ പാത്രം കഴുകുന്നു, കുക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞിരുന്ന് കഴിക്കുന്നു. പക്ഷെ അത് തന്നെ ആയിരിക്കും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നീ ശനിയാഴ്ച നിനക്ക് രാവിലെ ഇറങ്ങാൻ പറ്റുമെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് വരാം. ഞാൻ ഇന്ന് പ്ലാൻ ചെയ്ത അബുദാബി വല്ലോ ഒന്ന് പോയിട്ട് വരാം. ശരിയാണ്. കുറെ നമ്മുടെ ഹംറിയ ഇതില്ലേ ഫ്രീ സോണ്, അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു ബീച്ചുണ്ട്. അത് ഗംഭീര ബീച്ച് എന്ന് പറഞ്ഞാൽ അവിടെ ഫോട്ടോഷൂട്ട്, ഈ വെഡിങ്, പിന്നെ അല്ലാത്ത ഈ മോഡല്, അല്ലാത്ത അങ്ങനെയുള്ള ഫോട്ടോഷൂട്ട്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ നടക്കണം അവിടെയാണ്. ഒരു പെണ്ണുമ്പിള്ള റീൽ ഇട്ടിരിക്കുന്നുണ്ട്. ഗംഭീര സ്ഥലമൊന്നും. അത് ഹമറിയ ബീച്ച് എന്നാണ് പറയുന്നത്. പോർട്ടിന്റെ ഒക്കെ ഏത് ഭാഗത്തു നിന്നാണ്. ഫ്രീ റൈറ്റ് ആണ്. ഇതല്ല അങ്ങറ്റം പോയിട്ട് പോകാനുള്ള സമയം നമ്മൾ കണ്ടെത്തും. അതെ, കഴിഞ്ഞ ആഴ്ച പോയല്ലേ. കഴിഞ്ഞ ആഴ്ച അത് പെട്ടെന്നുള്ളൊരു ഇതായിരുന്നല്ലേ. ഉറപ്പുണ്ടായിരുന്ന കയാക്കിങ് ചെയ്ത് നടക്കാന്ന് വിചാരിച്ചിറങ്ങിയതാണ്. ഫ്ലാഷ് ബാക്ക്. ത്രികോണമധ്യേ മൂലബിന്ദു കുടുങ്ങി ഭുജ ഭുജ ത്രിഭുജ ചതുർഭുജ വടിവിൽ തെറ്റി 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 ലഘുതമ സാധാരണ ഗുണിതം ഉത്തമ സാധാരണ ഘടകം വിപരീത സംക്രിയാക്രമം ഒടുവിൽ ഹരണഭരം. ഇനിയിപ്പോ ലൈഫ് സ്റ്റൈൽ നടക്കുന്ന ചാൻസ് കുറവാണ്. ഇനിയിപ്പോ നിന്റെ ഏറ്റവും വലിയ കഴിവെന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് നിന്റെ ഏറ്റവും വലിയൊരു കഴിവ്. അതാണ് ഞാൻ ആദ്യം ആലോചിച്ചത്. ഫുഡ് നമ്മളിപ്പോ കുറെ വീഡിയോ ഉണ്ടല്ലേ, ഒരു അറബി എമറാത്തിയാണെന്ന് തോന്നുന്നു, ഒരു ലെക്സസിന്റെ അകത്തിരുന്ന് ഫുഡ് കഴിക്കണം. വലിയ പാത്രത്തിന്റെ അകത്ത് മന്തിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വെറൈറ്റി റൈസ്, ഈ ചില നൂഡിൽസ് ഒക്കെ തട്ടി മൊത്തം കുറെ കഴിക്കും. അതെ, അതുപോലെ മലയാളത്തിൽ വരുത്താൻ ചെയ്തിട്ടുണ്ട്. അയാള് ഫേസും റിവീൽ ചെയ്ത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാനായിട്ട് ഞാൻ എവിടെ ചെന്നിരുന്ന് ഉണ്ടാക്കി തിന്നും. ശമ്പളത്തിന്റെ പകുതി വേണമായിരുന്നു ഫുഡ് അടിക്കാൻ. അല്ല, അതിലും കുറയ്ക്കാൻ പറ്റുന്നത് ഈ ബ്രെഡ്. അതെ, ബ്രെഡും ഗ്രേവിയും.
അങ്ങനെ ഒരു 3 പാക്കറ്റ് ബ്രെഡും ഗ്രേവി കുഴച്ചടിക്കണം. അത് വൾഗർ ഫുഡ് കഴിക്കാതെ വിചാരിച്ചാണ്. അത് വേണ്ട. ആ ഒരു പെണ്ണുണ്ടല്ലോ, അറിയോ, പച്ച മീനൊക്കെ കഴിക്കണ. അയ്യോ, ഒരു ഡോക്ടറാണത്. പക്ഷെ അങ്ങനത്തെ ആൾക്കാർ കാണാൻ കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് തോന്നും. ടേസ്റ്റ് പച്ചമീൻ സംഭവം ടേസ്റ്റാണ്. കഴിച്ച് നോക്കിയാലേ സൂഷി സാധനമില്ലേ പച്ചമീൻ, അതിന്റെ അകത്ത് സാൽമണും ടൂണയൊക്കെ വെച്ച് അതൊക്കെ കഴിച്ചിട്ടുണ്ട്. അതൊക്കെ മത്തിയും കോഴിയാളൊന്നും ഇല്ല ഇതിന്റെ മത്തിയൊക്കെയാണ്. ഈ റൈറ്റാ ഈ ഒരു സർവീസ് റോഡ് പറഞ്ഞത്. ഈ റോഡ് ചൈന മോളിന്റെ സൈഡാണ് പറഞ്ഞത്. സ്ട്രീറ്റാ ഇങ്ങോട്ട് കയറാൻ ലെഫ്റ്റാ. പിന്നെ അത് നേരെ വന്നാൽ പോരായിരുന്നു മിസ്റ്റർ കിഴങ്ങ്. നടുക്ക് എന്തോ ഉണ്ട് കേട്ടോ. അതാണ് മാപ്പിൽ പെട്ടെന്ന് ഇങ്ങനെ കാണിച്ച്. ഇവിടുന്ന് സ്ട്രൈറ്റ് ആണ്. എന്തായാലും നമുക്ക് ചെയ്യണം. എന്ത് ചെയ്യും കിട്ടണില്ല. സഫാരി മാൾ, സഫീർ മാൾ. പൂട്ടിയ മാൾ ഏതാ? സഫാരി മാളാണോ? നമ്മൾ കളിക്കാൻ പോയ മാളാണോ പൂട്ടിയത്? പിന്നെ ഏതോ ഒരു സഫാരി മാൾ ഏതോ പൂട്ടി. സഫീർ മാൾ ഇവിടത്തെ ഷാർജയിൽ ഏതോ ഇങ്ങോട്ട് വരുമ്പോൾ 19 വർഷത്തിന് ശേഷമാണ് പൂട്ടണത്. അല്ല 19 അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമ്മളെ കൊണയടി ഓരോന്നെടുത്തുനിന്ന് വീഡിയോ ആയിട്ട്. പക്ഷെ ആ സമയത്ത് കിട്ടണം. നമ്മളത് നമ്മളെല്ലാം സ്പോട്ടിൽ പറഞ്ഞല്ലോ. നമ്മള് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞാല് ചിലപ്പോ കിട്ടൂല. അതാണെങ്കിൽ അല്ലെങ്കിൽ CCTV വയ്ക്കണം എല്ലായിടത്തും. അങ്ങനെ ആണെങ്കിൽ ബിഗ് ബോസ് പോലെ. അതെ, ബിഗ് ബോസ് പോലെ റൂമില്, കാറില്, എല്ലായിടത്തും CCTV വയ്ക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തില് എന്തോ ഒരു വീഡിയോ കിട്ടിയാനല്ലേ. അയ്യോ, ചില സമയത്തൊക്കെ കേട്ടെന്ന് കാണാന്മാരൊക്കെ കിടന്ന് കാണിക്കണ്ടോ ഈ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ. വീട്ടിൽ അച്ഛനെ ഇറക്കി വിട്ടോ. വീട്ടിൽ അച്ഛനും വീട്ടുകാരൊന്നും ഇറക്കി വിട്ട് ബുഷിയായി. അത് അവർ ഫാമിലി എന്തോ ഇഷ്യൂ ആയപ്പോഴത്തേക്ക് അവര് കേസ് കൊടുക്കാൻ. അയ്യോ, എന്നെന്തോ അടിച്ചിരിക്കുന്നു. ചന്തിയിലൊരു പാടിന്റെ കേസ് നോക്കുക. ജിബ്രാതി മുഖരിതം കലനം സങ്കലനം കലനം. നമുക്ക് ഈസ്റ്റർ ആയിട്ട് ഈ വീഡിയോ ഇടാം. എന്ത് പറയണം? ഈ വീഡിയോ വ്ലോഗ്, പ്ലാനിങ് വ്ലോഗ്. കുട്ടിയാലും കുഴപ്പമില്ല. പല സാധനങ്ങളും കട്ട് ചെയ്ത് കളയാണ്. ആവശ്യമില്ലാത്ത കുറെ വിമർശനങ്ങൾ വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, അത് കഴിഞ്ഞിട്ടുള്ള വേറെ യൂട്യൂബേഴ്സിന്റെ കുറെ കാര്യങ്ങളൊക്കെ സിനിമ പോലെ കുറെ കണ്ടേണ്ടിയിരുന്നില്ല. സ്കൂൾ ഏരിയ ആണ് ഗേൾസ് സെക്ഷൻ. ഓ, അജ്മാലിലെ ഹോട്ടൽ സ്കൂൾ. അബു ഉബൈദ ബിൻ അൽ ജറ പ്രൈവറ്റ് സ്കൂൾ. ഇവിടെ പഠിക്കുന്ന പിള്ളേരെ സമ്മതിക്കണം. ക്രൗൺ അമേരിക്കൻ പ്രൈവറ്റ് സ്റ്റാൻഡേർഡ് സ്കൂൾ. മോഡൽ സ്കൂള്. അതെ, സ്കൂള്. നമ്മുടെ കേന്ദ്ര വിദ്യാലയം പാങ്ങോട് എന്നുള്ളത് വലുതാണ്. എന്നാലും KV പാങ്ങോട്, KV ആക്കുളം, KV പട്ടം, KV പള്ളിപ്പുറം തീർന്നു. എബ്ര മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ തീർന്നു. AMHS റെഡി കഴിഞ്ഞ അവിടെ. സെന്റ് മേരീസ് പൂജപ്പുര, സെന്റ് മേരീസ് പൂജപ്പുര, ഓക്കെ, സെന്റ് മേരീസ് പട്ടം. അല്ല, അബ്ദുൽ ബഷീർ സെൻട്രൽ ഡിസ്ട്രിക്ട് സ്കൂൾ എന്ന് പറയുമ്പോൾ KBCD എന്ന് ഉപയോഗിക്കുന്നത്. ഇപ്പുറത്തൊരു അമേരിക്കൻ ക്രൗൺ അമേരിക്കൻ പ്രൈവറ്റ് സ്കൂൾ. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ടിങ് ടിങ് അടിക്കണം.